ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രെഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ 22ാമത്തെ എപ്പിസോഡും 21ാമത്തെ റിലേഷനുമായിട്ടാണ് നിങ്ങൾ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദ ഡോർ, ക്രിസ്തു വാതിലായിട്ട്. ആമേൻ. അതിൻ്റെ വിശദീകരണങ്ങൾ കൂടുതലും ഈ ചിത്രത്തിൽ നിങ്ങൾക്കൊക്കെ സ്ക്രീനിൽ കാണുന്ന പുസ്തകങ്ങളിൽ കൂടെ കൂടുതലായിട്ട് വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ വളരെ ഹ്രസ്വമായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. PDF ഫയലിൻ്റെ ലിങ്ക് ആദ്യത്തെ എപ്പിസോഡുകളിൽ, ഈ വിഷയത്തിൽ ആദ്യത്തെ എപ്പിസോഡുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. PDF ഫയലുകൾ ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അല്ല, ഫിസിക്കൽ ബുക്കുകൾ ആവശ്യമുള്ളവർക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. അതുകൊണ്ട് ആവശ്യമുള്ളവർ ഞാനുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ കോൺടാക്റ്റ് നമ്പറുകളൊക്കെയും പല എപ്പിസോഡുകളും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും, അവിടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഏവർക്കും സുപരിചിതമായ ഒരു വിഷയമാണ് യേശു ക്രിസ്തു വാതിൽ എന്നുള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. സൺഡേ സ്കൂൾ തുടങ്ങിയതിന് എല്ലാവരും പഠിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അവിടേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ മോശയുടെ സമാഗമന കൂടാരത്തിൽ ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുകൊണ്ട് അല്പമായിട്ട് വളരെ ഹ്രസ്വമായിട്ട് ഒന്ന് ചിന്തിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമാഗമന കൂടാരത്തെക്കുറിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ അതിൻ്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെയെന്നും അത് ക്രിസ്തുവിൽ എങ്ങനെ നിവർത്തിക്കുന്നതും പുതിയ നിയമത്തിൽ ആത്മീകമായിട്ട് അത് എന്തിനെ കാണിക്കുന്നു എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയും ടാബർനക്കിൾ ഓഫ് ഗോഡ് എന്ന വിഷയത്തിൽ 24 എപ്പിസോഡുകൾ ഈ ബ്രെഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സുലഭമാണ്. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് സൗജന്യമായിട്ട് കാണാവുന്നതാണ്. എന്നാൽ ഈ പ്രഹാരവാതിലിനെ കുറിച്ചുകൊണ്ട് എന്താണ് വാതിലിനെ കുറിച്ച് കാണിക്കുന്നതിൻ്റെ നിർമ്മാണം എന്ന കാര്യങ്ങൾ പുറപ്പാട് പുസ്തകം 27ാം അധ്യായത്തിൻ്റെ 16 വാക്യവും, അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 38ാം അധ്യായത്തിൽ 18 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് അല്പമായിട്ട് മലയാളത്തിൽ വായിച്ചതിന് ശേഷം നമുക്ക് തുടർന്ന് പോകാം. പുറപ്പാട് പുസ്തകം 27ാം അധ്യായത്തിൻ്റെ 16ാം വാക്യത്തിൽ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായിട്ട് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ ഇവ എന്തിനെ കാണിക്കുന്നു? അത് പഴയ നിയമത്തിൽ എങ്ങനെയാണ്, പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? പുതിയ നിയമത്തിൽ കാരണം ഇതെല്ലാം തന്നെ വാങ്ങിയിരിക്കുന്നത് ജനത്തോട് നല്ല മനസ്സോട് കൊടുക്കുന്നവരോടൊക്കെ വാങ്ങുവാനാണ് മോശയോട് പറഞ്ഞത്. അങ്ങനെ ആവശ്യത്തിനായിട്ടുള്ളതെല്ലാം തന്നെ നിർമ്മാണ വസ്തുക്കളൊക്കെ തന്നെ ജനത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആരുടെ കയ്യിൽ നീലനൂലുണ്ടോ, ആരുടെ കയ്യിൽ ധൂമ്രനൂലുണ്ടോ, ആരുടെ കയ്യിൽ ചുവപ്പ് നൂലുണ്ടോ, ആരുടെ കയ്യിൽ പെരിച്ച് പഞ്ഞിനൂലുണ്ടോ? പഴയ നിയമത്തിലെ മോശയുടെ സമാഗമന കൂടാരമായിരുന്നു ദൈവം വസിച്ച ആലയമെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം വിശ്വാസിയുടെ ശരീരം തന്നെയാണ്. ക്രിസ്തു തലയായിരിക്കുന്ന ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഇടമായിരിക്കുന്ന തൻ്റെ ശരീരമാകുന്ന സഭയെ എങ്ങനെ പണിയാം എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോഴാണ് നിനക്ക് ഇതിൻ്റെ കാതലായിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാകുന്നത്. ഇതെല്ലാം ഞാൻ ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്ന വിഷയത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നീലനൂൽ എന്തിനെ കാണിക്കുന്നു, ധൂമ്രനൂൽ എന്തിനെ കാണിക്കുന്നു, ചുവപ്പ് നൂൽ എന്തിനെ കാണിക്കുന്നു, പിരിച്ച പഞ്ഞിനൂൽ എന്തിനെ കാണിക്കുന്നു? അതിന് ശേഷം ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും. എന്താണ് ചിത്രത്തയ്യൽ? നീഡിൽ വർക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയും എംബ്രോയ്ഡറി വർക്ക്. അതെങ്ങനെയാണെന്നതിനെ കുറിച്ചൊക്കെയും അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് ഞാൻ അധികം സ്റ്റെപ്പിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. 38ാം അധ്യായത്തിൻ്റെ 18ാം വാക്യം തുടങ്ങി വായിക്കുകയാണെങ്കിൽ പ്രാകാരവാതിലിൻ്റെ മറശ്ശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായിരുന്നു. അതിൻ്റെ നീളം 20 മുഴവും അതിൻ്റെ ഉയരമായി വീതി പ്രാകാരത്തിൻ്റെ മറശ്ശീലയ്ക്ക് സമമായി 5 മുഴവുമായിരുന്നു. ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നമ്മളിതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നോക്കുമ്പോൾ ഇതിൻ്റെ വടക്ക് വശത്തും തെക്ക് വശത്തും 100 മുഴം
നീളത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ പടിഞ്ഞാറ് വശത്ത് 50 മുഴം വീതിയിലും പ്രാകാരമുണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ കിഴക്ക് വശത്ത് മാത്രം ഒരേ ഒരു വാതിൽ മാത്രമേ ദൈവം വസിക്കുന്ന സമാഗമന കൂടാരത്തിനടുത്തേക്ക് പ്രവേശിക്കാനായിട്ട് കാണുന്നുള്ളൂ. മറ്റു ഒരു വഴികളും കാണുന്നില്ല, ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആമേൻ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആ പ്രാകാര വാതിലിനെ 4 തൂണുകളിന്മേലാണ് നിർത്തിയിരിക്കുന്നത്. അത് താമ്രം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ ചുവടുകളും താമ്രം കൊണ്ടുള്ളതാണ്. ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിനെ നാം ചിന്തിക്കുകയാണെങ്കിൽ അല്പമായിട്ടൊന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 3-ാം അധ്യായം 24-ാം വാക്യം. അങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. ജീവൻ്റെ വൃക്ഷത്തേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. എന്ന് പറഞ്ഞാൽ ദൈവനീതി പ്രകാരം മനുഷ്യൻ്റെ മേൽ കടന്നു വന്ന ന്യായവിധി, നിത്യമായ മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ള നിത്യമായ മരണം എന്ന ശിക്ഷാവിധി മനുഷ്യൻ്റെ മേൽ കടന്നു വരുമ്പോൾ ആ മനുഷ്യന് പിന്നെ ഏദൻ തോട്ടത്തിൽ നിൽപ്പാൻ സാധ്യമല്ല. മനുഷ്യനെ അവിടെ നിന്ന് പുറത്താക്കി കളയുന്നു. അങ്ങനെ അവൻ മരിച്ച അവസ്ഥയിൽ, പാപത്തിൻ്റെ അവസ്ഥയിൽ വീണ്ടും തോട്ടത്തിൽ കടന്ന് ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നാൽ അവൻ നിത്യമായി മരിക്കാതിരിക്കും, ശാരീരികമായിട്ട് മരിക്കാതിരിക്കും. ആത്മീയമായിട്ട് മരിച്ച അവസ്ഥ, പാപത്തിലുള്ള അവസ്ഥ. അപ്പോൾ കരുണാസമ്പന്നനായ ദൈവം തന്നെ അങ്ങനെയുള്ള മനുഷ്യൻ കടക്കാതിരിക്കത്തക്കാണ് അവൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അവൻ കെരൂബിനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തുകയാണ് ചെയ്തത്. അവിടെ അതേ കെരൂബിൻ്റെ ഒരു ചിത്രം തന്നെയാണ് ചിത്രത്തയ്യൽ പണിയായിട്ട്, എംബ്രോയ്ഡറി വർക്കായിട്ട് ഇവിടെ ഈ വാതിലിന്മേലും കാണിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ചോദിക്കുക, കെരൂബുകളുടെ പ്രസൻസ് അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൻ്റെ മേലും കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ദൈവനീതിക്ക് തൃപ്തി വരുമാറ് ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്തം കൂടാതെ ഈ ഏദൻ തോട്ടത്തിലെ ജീവവൃക്ഷത്തിലേക്ക് കൈനീട്ടം തക്കണം പ്രവേശിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദൈവനീതി എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷ പ്രസംഗങ്ങൾ വളരെ കുറവായിരിക്കുന്നത് കൊണ്ട് അതേ തന്നെ ദൈവത്തെ ഒരു കരുണാസമ്പന്നനായ ദൈവം, തീർച്ചയായിട്ടും കരുണാസമ്പന്നൻ തന്നെയാണ്, കരുണ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു സോഷ്യൽ വെൽഫെയർ സെൻ്ററായിട്ട് സുവിശേഷത്തെ ഘോഷിക്കുന്നത് കൊണ്ട് പലരുടെയും ഹൃദയത്തിൽ നിന്ന് ദൈവഭയം പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നെ കേൾക്കുന്നതോട് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ദൈവരാജ്യത്തിനകത്ത് ഇംപ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളൊരു മനോബോധം ഉളവാകുവാൻ ദൈവം യാതൊരു വിധത്തിലും സമ്മതിക്കുന്നതല്ല. ഒരു രാജ്യത്തെ, ഭൗതിക രാജ്യമാകട്ടെ ആത്മീയ രാജ്യമാകട്ടെ, അവിടെ ഏതൊരു രാജ്യത്തിനും അതിൻ്റെതായ നിയമാവലികളുണ്ട്. ആ നിയമാവലിയിലാണ് ആ രാജ്യത്തെ സ്റ്റേബിളായിട്ട് നിർത്തുന്നത്. ആ നിയമത്തെ പരിപാലിപ്പാൻ തക്കവണ്ണം നിയമപാലകരുണ്ട്, തെറ്റ് ചെയ്തവരെ ശിക്ഷിപ്പാൻ തക്കവണ്ണം കോടതികളുണ്ട്, അതുപോലെ അനുസരിക്കുന്നവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു കാരണവശാലും തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളൊരു മനോബോധം ആ രാജ്യത്തിൻ്റെ പ്രജകൾക്കിടയിൽ കടന്നു വന്നാൽ പിന്നെ നിയമത്തിന് യാതൊരു സാധുതയുമില്ല. എന്നാൽ ദൈവരാജ്യം, നമ്മൾ ഈ മനുഷ്യ ലോകത്തിലൊക്കെ ജീവിച്ച് കറപ്റ്റഡായിരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ പല സ്വഭാവങ്ങൾ കണ്ട് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ അനുസരണത്തിന് ആവശ്യകത എന്താണെന്നുള്ള ചിന്താഗതികൾ പോലും മാറിപ്പോയിരിക്കുകയാണ്. ദൈവരാജ്യത്തിനകത്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള മനോബോധം ദൈവരാജ്യത്തിലെ പ്രജകളുടെ ഇടയിൽ വരുവാൻ ദൈവം ഒരു നിലയ്ക്കും സമ്മതിക്കുകയില്ല. അതാണ് നിങ്ങൾ വാസ്തവത്തിൽ ക്രൂശിൽ കാണുന്നത്. മാനവജാതി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ തിരിച്ച് ദൈവത്തിലേക്ക് അടുത്തു വരാൻ അവർക്ക് യാതൊരുവിധ പ്രായശ്ചിത്തത്താലും സാധ്യമല്ല എന്ന സമയത്ത് നിയമദാതാവായവൻ തന്നെ, സൃഷ്ടിതാവായവൻ തന്നെ മനുഷ്യനെ പോലെ ശരീരമുള്ളവനായി, പ്രാണനും ആത്മാവുമുള്ളവനായിട്ട് വെളിപ്പെട്ട് അവൻ്റെ ശരീരത്തിലും മനുഷ്യൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ദൈവിക ഭരണകൂടം വിധിച്ചതായ നിത്യമായ മരണം എന്ന ശിക്ഷ തൻ്റെ സ്വമേധയ, തൻ്റെ ഫ്രീ വില്ലിൽ, ആരുടെയും നിർബന്ധത്താലല്ല, പുത്രൻ പിതാവിൻ്റെ നിർബന്ധത്താല, സ്വമേധയ
തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും പാപികളായ മനുഷ്യർ പോയി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ കടന്നു ചെന്ന് ശിക്ഷ അനുഭവിച്ചു എന്നാണ് ദൈവവചനത്തിൽ കൂടെ ഹെബ്രായ ലേഖനത്തിലൊക്കെ നമുക്ക് വെളിപ്പെടുന്നത്. 18-ാം സങ്കീർത്തനം, 16-ാം സങ്കീർത്തനം, അതുപോലെ തന്നെ 116-ാം സങ്കീർത്തനം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവൻ്റെ ശരീരം പ്രാണനും അവരുടെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 22-ന്റെ 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ പല എപ്പിസോഡുകളിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് അപ്പോൾ ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി മാനവജാതിയുടെ സ്വാതന്ത്ര്യത്തിന് ആവശ്യമായിരിക്കുന്ന പ്രായശ്ചിത്തം നടത്തി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരേ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം ഒരുവനെയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലായി തീർന്ന മനുഷ്യനായ ക്രിസ്തു തന്നെ. അപ്പോൾ വാതിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. യേശു ക്രിസ്തു എങ്ങനെയാണ് വാതിലായി തീരുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. മാനവജാതിയുടെ മേൽ, അതായത് ആ വാള് ഏദൻ തോട്ടത്തിൽ തിരിയുന്ന ജ്വാലിയുമായി നിർത്തിയിരിക്കുന്ന വാള് സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ സെക്കരിയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് എടുത്ത് വായിച്ചേക്കാം. സെക്കരിയ 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഏവർക്കും സുപരിചിതമായ വാക്യങ്ങൾ തന്നെയൊക്കെയാണ്. വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയെ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക, ഞാൻ ചെറിയവരുടെ നേരെ കൈത്തിരിക്കും. അങ്ങനെ ഏദൻ തോട്ടത്തിൽ കിഴക്ക് തിരിയുന്ന ജ്വാലിയുമായി നിർത്തിയ ആ വാള് സ്വമേധയാ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് ഏവർക്കും വാതിലായിത്തീരുന്നത്. ഇനി ഈ വാതിലിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ, ചിത്രപ്പണി, തയ്യലിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്ന വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇനി ഈ വാതിൽ ക്രിസ്തുവാണെന്ന് ഏവർക്കും അറിയാം. വിഷയം നമ്മുടെ ഇവിടെയല്ല, വിഷയം ഈ വാതിലിൽ കൂടെ അകത്ത് പ്രവേശിക്കുന്ന, അതാണ് ഇന്നത്തെ വിഷയം. ക്രൈസ്റ്റ് ആസ് ദ ഡോർ. ഈ വാതിലിൽ കൂടെ അകത്ത് പ്രവേശിക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതിൽ നമുക്ക് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം നമുക്ക് ഏവർക്കും സൂചിപ്പിച്ചിരുന്നമായിരിക്കുന്ന പോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. 9-ാം വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് 1-ാം വാക്യത്തിൽ ഞാൻ വാതിലാകുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അപ്പോൾ വേറെ വഴികൾ എന്താണ് യേശു ക്രിസ്തു ഉദ്ദേശിച്ചതായി വേറെ വഴികൾ എന്താണ്? കർത്താവ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ കടക്കുന്നവൻ. ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ കടക്കുന്നവൻ. ഇത് ഒന്ന് ശരിക്കും മനസ്സിലാക്കി തരുവാനാണ് ഈ എപ്പിസോഡ് ആഗ്രഹിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദ ഡോർ. ഞാൻ വാതിലാകുന്നു. ഞാൻ മാനവജാതിയുടെ രക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും അവനെ രക്ഷിപ്പാൻ തക്കവണ്ണം ഒരു പ്രായശ്ചിത്തമായി തീർന്നുകൊണ്ട് സെക്കരിയ പ്രവചന പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ പ്രായശ്ചിത്ത ദൈവനീതി മാനവജാതിയുടെ മേൽ വിധിച്ചതായ നിത്യമായ മരണശിക്ഷ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപപരിഹാരമായി തീർന്നു. തിരശീല അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശീല മേൽ തുടങ്ങി താഴോട്ട് കീറി തുറന്നു എന്നൊരു വാതിൽ മാത്രമായതുകൊണ്ട് എല്ലാവർക്കും യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടം ക്രിസ്തീയ ഗോളത്തിലുണ്ട്. അതാണോ കർത്താവ് ഉദ്ദേശിച്ചത്? ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ.
അങ്ങനെ ഒരു വാതിൽ തുറക്കുമെന്നാണോ ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? എൻ്റെ പ്രായശ്ചിത്തത്തിൽ കൂടെ മാനവജാതിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഞാൻ തന്നെ വാതിലാകുന്നു. ഐ ആം ദ ഡോർ. അല്ല, ഇനി സുവിശേഷകന്മാരെ, അപ്പസ്തോലന്മാരെ ഉയർത്തെഴുന്നേറ്റ ശേഷം അപ്പസ്തോലന്മാർക്ക് വെളിപ്പെട്ട് പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമി സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ച് നടക്കുവാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യന്മാരൊക്കെ. അപ്പോൾ തന്നിൽ കൂടെയുള്ള രക്ഷയുടെ സുവിശേഷം അറിയിപ്പാൻ തക്കവേണം, അതിൻ്റെ ശക്തി ഉപദേശം അറിയുവാൻ തക്കവേണം ഒരു കൂട്ടം വിശുദ്ധരെ, അഭിഷക്തരെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ നിയോഗിച്ച് അയക്കുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ സുവിശേഷം നിങ്ങൾക്ക് തരുമെന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ സുവിശേഷത്തിൽ കൂടെ ഒരു വഴി തുറക്കുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നോ, കർത്താവ് പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നെ വാതിലാവുന്നു. ഇന്ന് അനേകർ പിടിച്ചിരിക്കുന്നത് പല ഡിസ്ക്രിപ്ഷൻ കൂടെ, പല ഉപദേശങ്ങളിൽ കൂടെ തെറ്റായ രീതിയിൽ പിടിച്ചിരിക്കുകയാണ്. ചിലർ സത്യ ഉപദേശത്തെ അവിടെ ദൈവമായിട്ട് പിടിച്ചിരിക്കുകയാണ്. ചിലർ സത്യം ഉപദേശിക്കുന്ന ഉപദേഷ്ടക്കന്മാരെ, സുവിശേഷകന്മാരെ പിടിച്ചു വച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ക്രിസ്തു പറഞ്ഞ് ഞാൻ തന്നെ വാതിലാവുന്നു, എന്നിലൂടെ കടക്കുക. ഐ ആം ദ ഡോർ, എന്നിലൂടെ കടക്കുക. ഇന്ന് അനേകർ, ഞാൻ ആരും കുറ്റം വിധിക്കുവാൻ പറയല്ല, ഈ വാതിലിൻ്റെ പുറത്തു നിന്ന് ഈ വാതിലാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. വാതിലായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് ഡോക്ടറേറ്റ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുസ്തകങ്ങളിലും വെബ്സൈറ്റിൽ നോക്കിയാൽ കോടിക്കണക്കിന് ഉപദേശങ്ങളും പ്രസംഗങ്ങളും അതിൻ്റെ കമൻസും ശരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് കാണാം. ഇവരെല്ലാം ക്രിസ്തു, ഈ വാതിലാവുന്ന ക്രിസ്തുവിൻ്റെ പുറത്തുനിന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. ഈ വാതിലിൽ കൂടെ അകത്ത് കടന്നിട്ടുണ്ടോ? ഇത് പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ഒരു വിഷയമാണ്. ഇതൊരു തിയറി സ്ഥാപിക്കലല്ല, ഒരു ഇമാജിനേഷൻ അല്ല, ഒരു സ്റ്റോറി അല്ല. റിയാലിറ്റിയിൽ ക്രിസ്തുവിൽ കൂടെ അകത്ത് കടക്കുക, ദൈവത്തിൻ്റെ ഫ്ലോക്സ് ആകുന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്ന്, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു തന്നെ. ഇത് പറയുമ്പോൾ പലർക്കും ഈ കാര്യങ്ങൾ ശരിക്കും ഗ്രഹിക്കുന്നതിന് അനേക എപ്പിസോഡിൽ കൂടെ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് നമ്മളെയും നമുക്കുള്ള സകലത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ പലർക്കും ഇത്തരത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നൊരു ചിന്താഗതി പലരുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർമ്മ തന്നതുകൊണ്ട് ആ ഭാഷ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. എന്തപ്പോൾ ഇതിനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ പ്രസൻസ് ഒരിക്കൽ തൻ്റെ സോളിൽ അനുഭവിച്ച് വാതിലിൽ കൂടെ അകത്ത് കടന്നവൻ പിന്നെ ജീവിച്ചിരുന്നു കൊണ്ട് ആമേൻ രോഗികളെ സൗഖ്യമാക്കുകയും ദരിദ്രരുടെ സുവിശേഷം അറിയിക്കുകയും മുടന്തന് കാഴ്ച നടക്കാൻ കാല് ബലം കൊടുക്കുകയും കുരുടിന് കാഴ്ച കൊടുക്കുകയും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുകയും ചെയ്ത് ഭൂമിയിൽ അത്ഭുതങ്ങൾ നടത്തിയ ഒരു യേശുവിനെയാണ് പലരുടെ ഹൃദയത്തിലുള്ളത്. അല്ലെങ്കിൽ അതെല്ലാം ഈ വാതിലിൽ നിന്ന് പുറത്തു നിന്നിട്ടുള്ള വാതിലിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളാണ്. വാസ്തവത്തിൽ യേശു പറഞ്ഞിരിക്കും, ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ വേറെ വഴി, ഈ വാതിലിന് പുറത്തു നിന്ന് വാതിലിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് ജനത്തെ ആകർഷിക്കുന്നവരൊക്കെയും വേറെ വഴിയായിട്ട് അകത്ത് കടക്കുന്നവരാ. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ വരുന്നില്ല. വീണ്ടും വാക്യം ഒന്നും കൂടി വാക്യം 10 യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ ക്രിസ്തുവിൽ കൂടെ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് കടക്കാതെ വേറെ വഴിയെ കയറുകയോ വേറെ വഴിയെ കയറുവാൻ ആൾക്കാരെ ഉപദേശിക്കുകയോ ചെയ്യുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു.
ഇതൊന്ന് ഗ്രഹിപ്പിച്ചെടുക്കുവാൻ തക്കോടെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റിലേഷൻ നിങ്ങളുടെ വ്യക്തിപരമായ ഹൃദയത്തിൽ ഉയർത്തെന്നറ്റവനായി ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടാത്തിടത്തോളം നിങ്ങൾ വേറെ വഴിയായി പ്രവേശിക്കുവാൻ തക്കവണ്ണം ജനത്തെ ഉപദേശിക്കുന്നവരാണ്. കള്ളന്മാരും കവർച്ചക്കാരുമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മുറിവുണ്ടാകും, എന്നോട് വൈരാഗ്യമുണ്ടാകും. വേണമെങ്കിൽ താഴെ വേണ്ടത്ര കമൻസ് എഴുതാൻ ഓപ്ഷനുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇത് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്, ഒരു പ്രാവശ്യമല്ല 1000 പ്രാവശ്യം ഓരോരോ റിലേഷനും, ഞാൻ ഈ പഠിപ്പിക്കുന്ന ഓരോ റിലേഷനും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓരോ റിലേഷനും ഇത് വെളിപ്പെടുത്തണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിച്ച് യെസ് ഇതാണ് ശരി, മറ്റത് തെറ്റാണ്, അതിൻ്റെ അതിൻ്റെ ദ്രോഹ സൈഡുകൾ, അതിൻ്റെ ഉപദ്രവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, ശരിയായതിൻ്റെ ആശ്വാസം സമാധാനം എന്താണെന്ന് മനസ്സിലാക്കി, രക്ഷയുടെ സന്തോഷം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇന്ന് പുറമേ നിന്നുകൊണ്ട് വാതിലിനെ കുറിച്ചുള്ള പ്രസംഗം ഒരു നല്ല ശതമാനം അറ്റോൺമെൻറ്റ് വരെ പ്രസംഗിക്കുകയുള്ളൂ. മറ്റൊരു കൂട്ടർ യേശുവിലെ വിശ്വാസത്തെ പ്രസംഗിക്കും. വിശ്വാസം, ഫെയ്ത്ത് അലോൺ, ശരിയാണ്. പഴയ നിയമവിശ്വാസികളും പുതിയ നിയമവിശ്വാസികളുമായിക്കോട്ടെ ക്രിസ്തുവിലെ വിശ്വാസത്തിൽ കൂടെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ വിശ്വാസം മാത്രം മതിയോ? എന്തൊരു വിശ്വാസമാണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ വിശ്വാസമാണോ? അങ്ങനെയാണെങ്കിൽ പിശാചുകൾക്കുമുണ്ടെന്നാണ് യാക്കോബ് തൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവ വിറയ്ക്കുകയും ചെന്ന്. അപ്പോൾ ആദ്യം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് അവരാണ്. ഈ ഒരു കാര്യം പേഴ്സണൽ അനുഭവത്തിൽ കൂടെ ഉയർത്തെന്നവനായ ക്രിസ്തുവിന് റോമാലേഖനം 7-ാം അധ്യായത്തിൽ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്നു പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതവണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന്. ഇത് ശ്രദ്ധിക്കണം. അപ്പോസ്തലൻ പൗലോസ് വളരെ പരിജ്ഞാനമുള്ള, റോമിൽ സിനഗോഗുകളുണ്ടായിരുന്നു. ന്യായപ്രമാണം അറിഞ്ഞ് അവരിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്നും ആശ്രയിച്ചിരുന്ന ജൂസിനോട് അവർ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം അവരോട് പറയാണ്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലയോ ഞാൻ സംസാരിക്കുന്നത്. ഭർത്താവുള്ള സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണ പ്രകാരം ഭർത്താവുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ്. അവൻ ജീവിച്ചിരിക്കുന്നതോളം കാലം അവൾ വേറൊരുവനായാൽ വ്യഭിചാരിണി എന്നു പേര് വരും. എന്നാൽ ഭർത്താവ് മരിച്ചാൽ അവൾക്ക് വേണമെങ്കിൽ വേറൊരു പുരുഷനോട് വിവാഹം കഴിക്കാം. അപ്പോൾ അവൾക്ക് വ്യഭിചാരിണി എന്ന് പേര് പറയുകയില്ല. അപ്പം ന്യായപ്രമാണ പ്രകാരം ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരായി വേറൊരുവനാകേണ്ടതിന്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു വാക്യം വളരെ വ്യക്തമായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോസ്തലൻ പൗലോസ് ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഇന്ന് പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരിക്കുന്നവരിൽ ഇത്തരം ഒരു അനുഭവത്തിൽ കൂടെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെ വേറൊരുവനെയാണോ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വളരെ സംശയമുണ്ട്. കാരണം ഇന്നത്തെ പ്രവൃത്തികളും ഇന്നത്തെ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഇവിടെ ഹൃദയത്തിൽ ഇരിച്ചിരിക്കുന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവന് വേറൊരുവനാണോ? ഇതിനെ ആധാരമാക്കി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ജഡപ്രകാരം ആരെ അറിയുന്നില്ല. ഒരു കാലത്ത് യേശുവിനെ ഞങ്ങൾ ജഡപ്രകാരം അറിഞ്ഞിരുന്നു, ഇപ്പോൾ അറിയുന്നില്ല. കാരണം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ അവൻ്റെ പുനരുദ്ധാന ശക്തിയോടുകൂടെ ഹൃദയത്തിൽ അനുഭവിച്ചു. ഈ പുനരുദ്ധാന ശക്തി അനുഭവിക്കുന്നതിന് മുമ്പ് ഒരു ഗത്സമനയുണ്ട്. അതിനെ പറയുന്ന പേരാണ് കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ. ഇത് അനുഭവിക്കുവാൻ പലവർക്കും അത്ര താല്പര്യമില്ല. കാരണം ഇത്തിരി നല്ല കയ്പുള്ള ക്രൂശ് തന്നെയാണ്. ഇതെടുക്കാൻ പലരും താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എടുത്തതിന് ശേഷം അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവരാണ് ഈ വാതിലിൻ്റെ പുറമേ നിന്ന് വാതിലിനെ പ്രസംഗിക്കുന്നത്.
ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കള്ളന്മാരും കവർച്ചക്കാരും. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ വന്നിരുന്നില്ല. ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ കടക്കുക. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവനാകേണ്ടതിന്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ പറയുകയാണ്, ക്രിസ്തു നിങ്ങൾക്ക് വാതിലാകണമെങ്കിൽ നിങ്ങൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ നിങ്ങളുടെ സൃഷ്ടിതാവും നിങ്ങളുടെ നിയമദാതാവും നിങ്ങളുടെ രക്ഷകനും നിങ്ങളുടെ വീണ്ടെടുപ്പും നിങ്ങളുടെ നീതീകരണം നിങ്ങളുടെ സ്നേഹിതനുമായി മരിച്ചവരുടെ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മഹിമയുടെ വലതുഭാഗത്ത് മഹിമാപൂർണനായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് സ്വീകരിച്ച് നോക്കുക. അപ്പോൾ അറിയാം മഹിമയുടെ ബലം എന്താണെന്ന്. അപ്പോൾ അറിയാം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന്. അപ്പോൾ അറിയാം എന്താണ് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഈ ലോകത്തിലും വരുവാൻ ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തമേത അവനോടുകൂടെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, വളരെ താഴ്മയോടുകൂടെ പറയുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് വ്യക്തിപരമായി ചോദിക്കുക. കാരണം ഇത് വാതിലാണിത്. നിങ്ങളുടെ രക്ഷയുടെ ആരംഭം എവിടെയാണ്? വാതിലൂടെ അകത്ത് കടക്കുക. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിനോട് കൂട്ടത്തിൽ ചേരണമെങ്കിൽ ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളെ നടത്തിത്തരുന്ന മറ്റൊരു യേശുവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരമായി തുറന്ന് ദൈവനീതിയുടെ മുമ്പിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു അറ്റോൺമെൻറ്റ് നടത്തി ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ കാണിക്കത്തക്കവണ്ണം ദൈവം തന്നെ, സൃഷ്ടിതാവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി മാനവജാതിയുടെ വേഷമെടുത്തുകൊണ്ട് ശരീരം പ്രാണൻ ആത്മാവുള്ള ഈ ശബ്ദങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ശരീരം പ്രാണൻ ആത്മാവിലുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിൽ പ്രാണൻ ആത്മാവിൽ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹിമാപൂർണനായിരിക്കുന്ന ക്രിസ്തുവിനെ, അതാണ് പറഞ്ഞിരിക്കുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന്. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ അകത്ത് കടക്കുക എന്നുള്ള പരിപാടി നടക്കുന്നത്. അല്ലാത്തിടത്തോളം എല്ലാം തന്നെ മറ്റൊരു വഴിയാണ്, വേറൊരു വഴിയാണ്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കവർച്ചക്കാരെന്ന്. കള്ളന്മാരും കവർച്ചക്കാരും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനും അല്ലാതെ വരുന്നില്ല. സുവിശേഷ വേലയിലായിരിക്കുന്നവരുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് അനേകം മെസ്സേജുകൾ പാസ് ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നത് ഏത് യേശുവാണെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നിങ്ങൾ ശരിയായ വാതിലിനെ തന്നെയാണോ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ വേറെ വഴിയാണോ നിങ്ങൾ ഉപദേശിക്കുന്നതെന്ന് വളരെ സസൂക്ഷ്മം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവജ്ഞാനമില്ലാതെ പറയരുതെന്നാണ് ഞാൻ പറയുന്നത്. യോഹന്നാൻ കുറിച്ച് തന്നെ ലേഖനങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ 1 ജോൺ 1 ചാപ്റ്ററിൻ്റെ വേഴ്സ് 3, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തിപരമായി പേഴ്സണൽ റിലേഷനുണ്ട്. കൂട്ടായ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ സാറ്റർഡേ മെസ്സേജുകളായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടായ്മ എന്ന വിഷയത്തിൻ്റെ അർത്ഥം പൊതു താല്പര്യമുള്ളവരുടെ സംഘാംഗത്വം, പൊതു താല്പര്യം. പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തിന് പൊതു താല്പര്യം ഒന്നാണ്. അതുപോലെ തന്നെ വിശ്വസിക്കുന്ന നിങ്ങളുടെ പൊതു താല്പര്യം, പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പൊതു താല്പര്യമായിട്ട് നിങ്ങൾ സിങ്കർനൈസ് ആകുക. ഫ്രീക്വൻസി മാച്ചിങ് എന്ന് പറയും. ഒരേ ആശയം ഒരേ ലക്ഷ്യത്തിലുമാകുമ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. അല്ലാത്തടത്തോളം കൂട്ടായ്മയല്ല. അപ്പോൾ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നവരാണെങ്കിൽ ഈവൻ യൂട്യൂബ് ചാനലിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു മെസ്സേജെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും ആണോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ശോധന ചെയ്തേണ്ടിയിരിക്കുന്നു. ഇനി ഈ വാതിൽ കൂടെ ശരിയായിട്ട് കടന്ന് തന്നെ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. ശരി, കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം ടാബർനാക്കിൾ വളരെ വ്യക്തമായിട്ട് ഓരോ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. വാതിലൂടെ അകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം യാഗപീഠമാണ്. യാഗപീഠത്തിൽ യാഗമായി തീരുമ്പോഴാണ് പിന്നീട് താമര തൊട്ടി കാണുന്നത്. ഇവിടെയാണ് കഴുകൽ നടക്കുന്നത്. അനേകർ ഇവിടെ സ്റ്റമ്പിളായിരിക്കുകയാണ്. ഒരു 90% ആൾക്കാർ വിശ്വാസികളെന്ന് പറയുന്നതിന് വാതിലിൻ്റെ പുറത്തു നിന്നുള്ള വാതിലിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുകയാണ്. വാതിലൂടെ അകത്ത് കടക്കാൻ ശ്രമിച്ചിട്ടില്ല. കടക്കണമെങ്കിൽ
പുനരുത്ഥാന ശക്തി അനുഭവിക്കണം. പുനരുത്ഥാന ശക്തി അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗത്സമനയുടെ അനുഭവം, കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കണം. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7 വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും തനിക്കുള്ളതൊക്കെ ചപ്പും ചവറും നേടണം. അതാണ് കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ. മരണം പോലും മുഖാമുഖം വന്നാൽ മരണത്തെ അനുഭവിക്കാൻ തയ്യാറാണ്. കർത്താവ്, ഞാൻ മരിച്ചാൽ തന്നെ നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്, ഭൂമിയിൽ വസിച്ച ക്രിസ്തുവിനെയല്ല. അതാ പറഞ്ഞത്, ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതാണ്. അങ്ങനെ അകത്ത് കടന്നാൽ തന്നെ അടുത്ത സ്റ്റെപ്പാണ് യാഗപീഠം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായിട്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കും. ഇവിടെ യാഗം പെർഫെക്റ്റ് ആകുമ്പോഴാണ്, നിങ്ങളുടെ സമർപ്പണം പെർഫെക്റ്റ് ആകുമ്പോഴാണ് പിന്നീടുള്ള അനുഭവങ്ങളൊക്കെ ഫ്രീ ആണ്. താമ്രത്തൊട്ടി, നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി സകല പ്രവൃത്തികളും ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞു, നിങ്ങൾ കഴുകപ്പെടും. ഇവിടെ സ്റ്റംബിളാകണം അനേകർ. ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കാത്തത് കൊണ്ട് അനുഗ്രഹത്തിൻ്റെ സുവിശേഷങ്ങളും മറ്റു മ്ലേച്ഛതകളും പ്രസംഗിച്ചുകൊണ്ട് ജനത്തെ ഒന്നുകിൽ വാതിലിന് പുറത്തു നിർത്തുന്നു, അല്ലെങ്കിൽ വാതിൽ കടന്ന തന്നെ എന്താണ് യാഗപീഠത്തിൽ നടക്കേണ്ടത്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കും. ഈ യാഗം നടക്കുന്നതിനെ കുറിച്ചുകൊണ്ട് ഒന്നുകൂടി പെട്ടെന്ന് ചിന്തിക്കാം. അധികം വിശദീകരണങ്ങൾക്ക് പോകുന്നില്ല. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം തുടങ്ങി വായിക്കുകയാണെങ്കിൽ, അവർ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. ഇതാണ് നാം ചിത്രത്തിൽ കാണുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ, അതാണ് ക്രിസ്തു. ആമേൻ, വെച്ച് അർപ്പിക്കണം. ക്രിസ്തു എവിടെയുണ്ടോ, ഏത് ചർച്ചിൽ ക്രിസ്തുവുണ്ടോ, എല്ലാ മതവിഭാഗങ്ങളിലും ക്രിസ്തു ഇല്ല. അവൻ്റെ ശരീരമാവുന്ന സഭ, അതായത് വാതിൽ കൂടെ കടന്ന കൂട്ടത്തിലാണ് ക്രിസ്തു വസിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആമേൻ, സ്തോത്രം. യഹോവയുടെ പ്രസാദം ലഭിക്കുവാനാണോ നിങ്ങളുടെ ജീവിതമെങ്കിൽ ക്രിസ്തു വസിക്കുന്ന കൂടാരം, അതാണ് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. യാഗത്തിന് മൃഗത്തെ കൊണ്ടുവരുന്നവൻ തന്നെ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം എന്ന് പറഞ്ഞാൽ, ആ നിഷ്കളങ്ക ജീവി, ഹോമയാഗത്തിന് കൊണ്ടുവരുന്ന മൃഗം യാതൊരുവിധ ഊനമില്ലാതിരിക്കണം. കൊണ്ടുവരുന്നവൻ മനസ്സിലാക്കണം, എൻ്റെ പാപമുഖാന്തരം ഈ നിഷ്കളങ്ക മൃഗം എനിക്ക് പകരമായിട്ട് മരിക്കാൻ പോവുകയാണ്. ഇതാണ് ക്രിസ്തുവിൽ നിങ്ങൾക്ക് നടന്നത്. നിങ്ങൾക്ക് ആദ്യമേ പാപബോധമുണ്ടാകണം. ഞാൻ മരണയോഗ്യനാണ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ദൈവനീതി എൻ്റെ മേൽ നിത്യമായ മരണമെന്ന ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അസത്യവാദിയാക്കിയോ ദൈവത്തിൻ്റെ കള്ളനാക്കുകയല്ല ചെയ്യുന്നത്. ആ കൊണ്ടുവരുന്ന മനുഷ്യൻ, അവൻ എന്തിനാ യാഗത്തിന് കൊണ്ടുവരുന്നത്? അവന് പേരുണ്ടാക്കാനല്ല. അവന് മനസ്സിലായി ദൈവത്തിൻ്റെ വാളിൻ്റെ മേൽ വീഴും, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇതിനെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവനെ കൊണ്ടുവന്നാൽ അവൻ തന്നെ ആര് നിർബന്ധിച്ചിട്ടല്ല, അവൻ തന്നെ തലയിൽ കൈവയ്ക്കണം. അതായത് ക്രിസ്തുവിൽ നിങ്ങളുടെ പാപത്തിൻ്റെ മോചനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ, നിങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തന്ന ക്രിസ്തുവിൽ ആശ്രയിക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തമാകും. എന്നാൽ മാത്രം നിങ്ങൾക്ക് എക്സ്പിയേഷൻ, പാപമോചനം, പ്രായശ്ചിത്തം വരുന്നേയുള്ളൂ. ഇതെല്ലാം വളരെ ഡീറ്റെയിലും വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. വെറുതെ കൈയടിച്ച് പാട്ടുപാടി അനുഗ്രഹിക്കുന്ന സുവിശേഷങ്ങളോ തുള്ളലും ചാടുകളൊക്കെ അത് വളരെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം വെസ്റ്റേൺ കൾച്ചർ ലോകത്തിൽ കടന്ന് എല്ലായിടത്തും കടക്കുമ്പോൾ, വെസ്റ്റേണൈസേഷൻ എന്ന് പറയും അതിന്, കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ മസാല സുവിശേഷം കൂടെ കടന്നു വന്നു. പ്രോസ്പെരിറ്റി തിയോളജി, അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു എപ്പിസോഡ് ഇട്ടിരുന്നു. നിങ്ങൾക്ക് പ്രായശ്ചിത്തമാകണമെങ്കിൽ നിങ്ങൾ തന്നെ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. നിങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവർക്ക് സുഗ്രാഹ്യമാകും. അടുത്തത്, അവൻ യഹോവയുടെ സന്നിധി കാളക്കിടാവിനെ അറുക്കണം. കൊണ്ടുവരുന്നവൻ തന്നെ കാളക്കിടാവിനെ അറുക്കണം. അപ്പോൾ അവന് മനസ്സിലാകും, ഈ നിഷ്കളങ്ക മൃഗം ഞാൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായി ഇത് അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ ഒരു മാനസാന്തരം അന്നുണ്ടാകും. അവൻ തന്നെ അറക്കണം എന്ന് പറഞ്ഞാൽ, ഗലാത്യ ലേഖനം 5:24 വാക്യത്തിൽ, ക്രിസ്തുവേശനുള്ളവൻ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കുറെ ക്രൂശിക്കണം. അഹരോൻ്റെ പുത്രന്മാരെ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കലുള്ള യാഗപീഠത്തിന് ചുറ്റും തെളിക്കണം. അടുത്തത്, അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിക്കണം.
ഈ തോലുരിക്കുന്ന പരിപാടിയാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത്. രാഗമോഹങ്ങൾ, ക്രിസ്തുവേശുള്ള രാഗമോഹങ്ങളെ ക്രൂശിച്ചതിന് ശേഷം അവൻ്റെ പഴയ മനുഷ്യനെ ഉരിച്ചു കളയണം. പഴയ പാരമ്പര്യം, പഴയ മതവിഭാഗങ്ങൾ, പഴയ ആചാരങ്ങൾ, ഇതെല്ലാം തന്നെ ഹൃദയത്തിൽ നിന്ന് ഉരിച്ചു കളയണം. എന്നാൽ മാത്രമേ അതിന് ശേഷമുള്ളൊരു പരിപാടിയാണ് ഖണ്ഡം ഖണ്ഡമായി മുറിക്കുക. എന്നേക്കാൾ അധികമായിട്ട് അപ്പനെ, അമ്മയെ, ഭാര്യ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ തന്നെ സ്നേഹിക്കുന്നവന് എനിക്ക് ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ആമേൻ. ഇത് നടന്നാൽ ഇവിടെ യാഗപീഠത്തിൽ ഈ ദൈവത്തിന് സൗരഭ്യവാസിനെ യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിച്ച് ദൈവം അതിൽ പ്രസാദിക്കപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ പാപമോചനം. അവിടെ അതിന് ശേഷമാണ് താമ്രത്തൊട്ടി. ഇത് എൻ്റെ ഓർഡർ വേണമെങ്കിൽ മാറ്റി വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ഈ താമ്രത്തൊട്ടി അതിവ്യാപനത്തിന് വരുന്ന പുരോഹിതൻ സമാഗമന കൂടാരത്തിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവിടെ കടന്നു വന്ന് ഈ യാഗപീഠത്തിൽ നിന്ന് തീ എടുത്തിട്ട് ഇവിടെ കടന്നു വന്ന് ഈ യാഗപീഠത്തെ കവർന്ന് പോയി താമ്രത്തൊട്ടിൽ വന്ന് കൈകാലം കഴുകി തിരിച്ചിവിടെ വന്ന് യാഗപീഠത്തിൽ തീ എടുത്തുകൊണ്ട് അകത്തോട്ട് കടന്ന് വിശുദ്ധ സ്ഥലത്തു നിന്നും ധൂപവർഗമെടുത്ത് ആ ധൂപപീഠമെടുത്ത് അകത്ത് കടന്നു ചെന്ന് ധൂപവർഗം അതിലിട്ട് കൃപാസനത്തിനും തനിക്കുമിടയിൽ ഈ പുക ഒരു മറവായി നിൽക്കണം. അവിടെ ശുശ്രൂഷകൾ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഈ കൊളുത്തി ഈ യാഗപീഠത്തിൻ്റെ കീഴിട്ട് പിന്നെ പോയി കൈയും കാലും കഴുകി തിരിച്ചു വരണം. ഇത് നേരെ ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കരുത്. എല്ലാം ഓർഡറായിട്ട് അങ്ങ് പോകാമെന്നല്ല. കടന്നു വന്നു താമ്രത്തൊട്ടിൽ കൈകാലം കഴുകി യാഗപ്പെടുത്ത് തീയെടുത്തു, നേരെ പോയി അകത്ത് ചെന്ന് ധൂപവർഗമെടുത്തു, ധൂപപീഠമെടുത്തു, അകത്ത് കടന്നു ചെന്ന് ശുശ്രൂഷകൾ ചെയ്ത് തിരിച്ചു വന്ന് തീ യാഗപ്പെടുത്തിലിട്ടു. താമ്രത്തൊട്ടി ഇവിടെയാണെങ്കിൽ കൈകാലം കഴുകി പുറത്തു വരാം. ദൈവം ഇതെല്ലാം ചെയ്യുന്നതിന് വളരെ വ്യക്തമാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ, പെന്തിക്കോസ്ത് ഗോളത്തിൽ തന്നെ 99% ഈ യാഗപീഠത്തിൻ്റെ അർത്ഥം എന്തോ മനസ്സിലാക്കാതെ, എന്താണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാതെ ഇവിടെ പുറമെ നിൽക്കുകയാണ്. ഇനി നിങ്ങളിതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സോളമൻ്റെ സമയത്ത് പറഞ്ഞെടുക്കുക. ഇതാണ് ടെമ്പിൾ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന വാതിൽ, ഇവിടെയാണ് ആൾട്ടർ, യാഗപീഠമുള്ളത്, ഇവിടെയാണ് തിരശ്ശീലയുള്ളത്. കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും, അതായത് ദൈവം വസിക്കുന്ന സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീല മേൽത്തോടി താഴോട്ട് കീറി. ഇവിടെ ഓരോ വാതിലുകളുണ്ട്. ഇതിനകത്ത് പുരോഹിതന്മാർക്ക് മാത്രമേ ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ അധികാരമുള്ളൂ. ഇതിൻ്റെ പുറത്ത് ഇവിടെയൊക്കെയാണെങ്കിൽ ഇസ്രായേലിലെ പുരുഷന്മാർക്ക് പ്രവേശിക്കാം. അതിൻ്റെ അപ്പുറം ഇസ്രായേൽ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കാം. വുമൻസ് കോട്ട് എന്ന് പറയും. അതിൻ്റെ അപ്പുറമാണ് ജാതികൾക്കുള്ള സ്ഥലം. അപ്പോൾ ഇതിനോടത്തൊക്കെയും ഓരോ വാതിലുകളുണ്ട്. ഇവിടെയൊക്കെയും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇന്നൊരു മാത്രമേ പ്രവേശിക്കാവൂ, അനധികൃതമായിട്ട് പ്രവേശിച്ചാൽ ശിക്ഷ അനുഭവിക്കുമെന്ന്. എന്നാൽ ഇവിടെ തിരശ്ശീല കീറിക്കഴിയുമ്പോൾ ഈ വാതിലുകളൊക്കെയും ഓപ്പൺ ആവുകയാണ്. എന്നാൽ യാഗപീഠം അവിടുന്ന് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുമ്പോഴാണ് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുഭവത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതെല്ലാം വളരെ ഫ്രീ ആയി. ഇനി ഈ വാതിലിനോട് അടുക്കുമ്പോൾ ശത്രുവിൻ്റെ നല്ല ആക്രമണമുണ്ടാകും. കാരണം ഇവിടെ വന്ന് ക്രിസ്തു എന്ന വാതിലൂടെ നിങ്ങൾ അകത്ത് കടന്നാൽ പിന്നെ സേറ്റാനിക് കിങ്ഡത്തിനും നിങ്ങളുടെ ശരീരത്തിന്മേലാട്ടെ, പ്രാണന്മേലാട്ടെ, ആത്മാവിലാട്ടെ നിങ്ങൾക്കുള്ള യാതൊരു വസ്തുവിന്മേലും ഒരു അധികാരമില്ല. കാരണം നിങ്ങളുടെ നീതി പ്രവൃത്തിയല്ല വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കണക്കിടുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സൗജന്യ നീതീകരണമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച നീതിയാണ് നിങ്ങൾക്ക് കണക്കിടുന്നത്. നിങ്ങളെ പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല കണക്കിടുന്നത്. യേശു ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തു എന്ന വാതിലിൽ കൂടെ അകത്ത് കടന്നാൽ ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ നിങ്ങളെ കണക്കിടുന്നത് ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്
ദൈവിക ഭരണകൂടം കണക്കിടുന്നത്. ഇത് സൈറ്റാന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് വ്യാജമായ ഉപദേശങ്ങളും മറ്റും ആരും പഠിപ്പിച്ച് ജനത്തെ വാതിലിൻ്റെ പുറത്ത് നിർത്തി വാതിലിനെ കുറിച്ചുള്ള അനേക പ്രസംഗങ്ങൾ, തിയോളജികൾ, അനേക ബുക്കുകൾ എല്ലാം ഇന്ന് സുലഭമാണ്. അപ്പോൾ ഇവിടെ കടന്നു വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അതേ പ്രതികൂലങ്ങൾ യേശു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, രക്ഷാനായകനായി തീർന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം 5-8-9 നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ, ആരാ പുത്രന്മാർ? ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ, ക്രിസ്തുവിൽ ജനിച്ച് വാതിലിൽ കൂടെ അകത്ത് കടന്നവരെയാണ് പുത്രന്മാരെന്ന് പറയുന്നത്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അടുത്ത പരിപാടിയാണ് തേജസ്സിലേക്ക് നടത്തുക. തനിക്കുള്ള അതേ തേജസ് നമുക്ക് ലഭിക്കാനുള്ള അനേക അവസരങ്ങളുണ്ട്. നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്നത് യുക്തം. നിങ്ങളുടെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന സകല കഷ്ടം, നിന്നയാകട്ടെ, ഉപദ്രവങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, മരണമാകട്ടെ, എന്തു തന്നെയും അതിൻ്റെ ഉച്ചക്കോടിയിൽ തൻ്റെ മനുഷ്യ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടത്തിൻ്റെ ഏതൊരു അനുഭവത്തിലും നിങ്ങളെ തത്സമയം കടന്നു വന്ന് സഹായിപ്പാൻ കഴിവുള്ള മഹാപുരോഹിതനായി, രക്ഷാനായകനായിട്ട് തീർത്തത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 8, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം തുടങ്ങി. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം തികഞ്ഞവനായി. അവനെന്തെങ്കിലും അനുസരണക്കേടിൻ്റെ വിഷയമുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി അനുസരണം തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ഇത് പറയുമ്പോൾ അനേകർക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത എന്തുള്ളത്? ഇതിൻ്റെ ആവശ്യം, ദൈവ കരുണാസമ്പന്നനാണ്. ഇവിടെ നിന്ന് നിങ്ങൾ എവിടെ നിന്ന് അനുസരണം പൊക്കിക്കൊണ്ടുവരുന്നത്? ഈ ദിവസം ഞാൻ പലരുമായിട്ട് ഡിസ്കഷൻ കൊടുന്നു. ഇവിടെ നിന്ന് ഈ അനുസരണത്തിന് ആവശ്യം വരുന്നത് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. തന്നെ അനുസരിക്കാത്തപ്പോൾ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അങ്ങനെ കാണാപ്പടം പഠിച്ച് അങ്ങ് അനുസരിച്ചാൽ മതിയോ? അങ്ങനെയാണ് പൗലോസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന്, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു നിങ്ങളുടെ സോളിൽ വസിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷാപൂർത്തി വരുത്തുവാൻ തക്കവേണം ഈ മാർഗത്തിൽ കൂടെ നടത്തുമ്പോൾ. അവിടെ നേരത്തെ വായിച്ചത്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ നിങ്ങൾക്ക് അവനുള്ളതായിട്ടുള്ള സെയിം തേജസ്, ഗ്ലോറി നിങ്ങളിൽ വരണമെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിരുന്നു 2 കൊറിയൻസ് 3:18, തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുക. ഇതിനെയാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതാണ് സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത്. ക്രിസ്തുവിനുള്ള അതേ ഗ്ലോറി നമുക്ക് ഫ്രീ ആയിട്ട് തരുവാൻ ദൈവം റെഡിയാണ്. നമുക്ക് ആ സമയത്തുണ്ടാകുന്ന സകല വേദനകളും അനുഭവങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാൻ പുത്രനെ ദൈവം, ആമേൻ, സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന സകല ബുദ്ധിമുട്ടുകളും അവൻ തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച്, അതിൻ്റെ പീക്കിൽ അനുഭവിച്ച്, നമുക്കുണ്ടാകുന്ന ഏതൊരു ബുദ്ധിമുട്ടിലും, ഒരു വേദനയായിട്ട്, നിന്നയായിട്ട്, രോഗമായിട്ട്, കർത്താവേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ ഉടനെ വന്ന് നിങ്ങളെ സഹായിച്ചുകൊണ്ട് നിങ്ങളെ രക്ഷാപൂർത്തിയിലേക്ക് തേജസ് പ്രാപിച്ച് അതേ പ്രതിമയാക്കുവാൻ സകല റിസോഴ്സും അവൻ്റെ അടുത്തുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിക്കുക. ഇതിനെ പറയുന്നതാണ് സമൃദ്ധിയുടെ സുവിശേഷം. ഇതാണ് യഥാർത്ഥ സമൃദ്ധി. ഈ ലോകത്തിൽ ചീഞ്ഞളിഞ്ഞു പോകുന്ന വസ്തുവകളെക്കുറിച്ചുള്ള സമൃദ്ധിയല്ല, അതിനെ സൈറ്റാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സർവ്വലോക ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നു, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഞാൻ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞ് കർത്താവിൻ്റെ സമയം അടുത്തിരിക്കാൻ വാതിലൂടെ അകത്ത് കടക്കാൻ നോക്കുക. അകത്ത് കടന്ന് നിങ്ങൾ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. അവിടെ നിങ്ങളുടെ ശരീരങ്ങളും ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുക. അത് അർപ്പിക്കുന്ന മാർഗം ഞാൻ പറഞ്ഞു വന്നു. അവൻ സമാഗമന കൂടാരത്തിൻ്റെ ക്രിസ്തു വാതിൽക്കൽ, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് യാഗം അർപ്പിക്കുന്നത്. ക്രിസ്തു ഉള്ളിടത്ത്, ക്രിസ്തുവില്ലാത്ത സഭയാണ് വിട്ടുപോലെ ഒടുക്കി മടിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു ഇല്ലാത്തൊരു ചർച്ച ആണെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന എൻ്റെ പ്രാണൻ്റെ ആത്മാവിൻ്റെ രക്ഷ എവിടെയാണ്? ക്രിസ്തു വാതിലായിരിക്കുന്ന സ്ഥലത്താണ്. അവിടെ വരുന്ന ശേഷം അവൻ്റെ തലയിൽ കൈവയ്ക്കുക. നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ വഹിച്ച് നിർവിശ്വാസത്തെ നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ യാഗമൃഗത്തെ കൊല്ലുകയാണ്. നിങ്ങളുടെ ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുക.
പഴയതിന് ഉരിഞ്ഞു കളയുക, തോലുരിക്കുന്ന, ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ട പരിപാടിയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇതില്ലാതെ കൈയടിച്ചുകൊണ്ട് പാട്ട് പാടിയുണ്ട് യാഗപീഠത്തിൻ്റെ പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഫ്രീയാണ്. അപ്പോഴാണ് പാപമോചനം കിട്ടുന്നത്. അപ്പോഴാണ് രക്ഷയുടെ സന്തോഷം വരുന്നത്. ക്രിസ്തുവിലായിട്ടും രക്ഷയുടെ സന്തോഷമില്ല. അത് ഞെരുങ്ങി ദൈവത്തെ ശപിച്ച് രഹസ്യത്തിൽ ദൈവത്തെ ശപിച്ച് അനേക ആത്മാക്കളെ വിവേചിക്കുമെന്ന് എനിക്കറിയാം. അവിടെ ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തോട് അത്യന്തമായി കയ്പാണ്. എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ തന്നത്, എന്നെ നിന്ന് എങ്ങനെയാക്കിയത്. പുറമെ നല്ല അല്ലെങ്കിൽ അന്യഭാഷ്യം പറയും, ആത്മാവിൽ വിവേചിക്കുമ്പോൾ അറിയാം അകത്തിരിക്കുന്നത് എന്താണെന്ന്. നമ്മുടെ സ്നേഹത്തോട് അല്പമായിട്ട് മൂർച്ചയായിട്ട് പറയുന്നത് സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തെന്നേറ്റവൻ വേറൊരുവനാകേണ്ടതിന് അവനെ ക്ഷണിച്ചു വരുത്തുക. ആമേൻ. അതിനുശേഷം നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, ആമേൻ, സ്തോത്രം, നിങ്ങൾ തന്നെ പാപമോചനത്തിനായിട്ട് അവൻ്റെ തലയിൽ കൈവയ്ക്കുക, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. ഹല്ലേലൂയ. നിങ്ങളെ തിരുവരിക. ഒരു പാരമ്പര്യം വ്യർത്ഥവും പിതൃപാരമ്പര്യം നടപ്പിൽ നിന്ന് നിങ്ങളുടെ കഴിഞ്ഞകാല പാരമ്പര്യം വ്യർത്ഥമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉരിഞ്ഞെറിഞ്ഞ് കളയുക. അവിടെ അപ്പനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ നിങ്ങളെ തന്നെയോ ഉരിഞ്ഞു കളയണം. അപ്പോഴാണ് നിങ്ങൾക്ക് കർത്താൻ ശിഷ്യനാ സാധിക്കുന്നത്. പിന്നെ ഗണ്ഡമായി മുറിച്ച് പിന്നെ അടുത്ത പണി പുരോഹിതനാണ് അടക്കി വയ്ക്കുന്നത്. അപ്പോഴാണ് ഈ യാഗം പെർഫെക്റ്റ് ആകുന്നത്. അപ്പോഴാണ് താമരത്തൊട്ടി കഴുകുന്നത്, നിങ്ങളുടെ പാപങ്ങളെ കഴുകപ്പെടുന്നത്. ഇന്ന് അനേകർ പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ ക്രിസ്തു തൻ്റെ വാതിൽ എന്ന വിഷയം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഏവരും ക്രിസ്തു മുഖാന്തരം അകത്ത് കടക്കുവാൻ, ദൈവത്തിന് ആട്ടം കൂടുതൽ പ്രവേശിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളേവരും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ സ്തുതിക്കുന്നു. നിൻ്റെ കൃപയ്ക്കായി, നിൻ്റെ സ്നേഹത്തിനായി, കരുതലിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ബുദ്ധിക്കതീതമായി കർത്താവ് നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്, നിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിനും ഇത് ജീവൻ കാരണമായി തരുവാൻ, നീ അവൻ്റെ വാതിൽ കൂടെ അകത്ത് പ്രവേശിപ്പാൻ, അവിടെ ശരീരങ്ങളും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ പഠിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ബുദ്ധിയല്ല കർത്താവ്, തിയോളജി അല്ല, വ്യക്തിപരമായ പിതാവിനോട് കേട്ട് പഠിച്ചവരൊക്കെയും പുത്രനടുത്ത് വരുവാൻ തക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. ക്രൂശിൽ നീ സഹിച്ച കഷ്ടത, നീ വെളിപ്പെടുത്തിയ സ്നേഹം, അതിന് മുമ്പിൽ കർത്താവ് തകരാത്ത ഹൃദയമേതുള്ളൂ, നുറുങ്ങാത്ത ഹൃദയമേതുള്ളൂ. നിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.